ഹായ് എവ്രി വൺ. പ്രസിഡൻറ്റ് എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. രാഷ്ട്രത്തിൻ്റെ തലവനാണ് പ്രസിഡൻറ്റ്. ഇന്ത്യയുടെ പ്രഥമ പൗരനാണ് പ്രസിഡൻറ്റ്. ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ പ്രസിഡൻറ്റ്. പാർലമെൻറ്റ് അംഗമല്ലാത്ത പാർലമെൻറ്റിൻ്റെ അവിഭാജ്യ ഘടകം പ്രസിഡൻറ്റ്. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ അടങ്ങുന്നതാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം. ഇനി പ്രസിഡൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിൾസ് നോക്കാം. ആർട്ടിക്കിൾ 52 ഇന്ത്യൻ രാഷ്ട്രപതി. ആർട്ടിക്കിൾ 52. ആർട്ടിക്കിൾ 53 യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് അധികാരം. ആർട്ടിക്കിൾ 54 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. ആർട്ടിക്കിൾ 55 രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന രീതി. ആർട്ടിക്കിൾ 56 പ്രസിഡൻറ്റിൻ്റെ കാലാവധി. ആർട്ടിക്കിൾ 57 വീണ്ടും തെരഞ്ഞെടുപ്പിനുള്ള യോഗ്യത. ആർട്ടിക്കിൾ 58 പ്രസിഡൻറ്റായി തെരഞ്ഞെടുക്കാനുള്ള യോഗ്യത. ആർട്ടിക്കിൾ 59 രാഷ്ട്രപതിയുടെ ഓഫീസ് വ്യവസ്ഥകൾ. ആർട്ടിക്കിൾ 60 രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ. ആർട്ടിക്കിൾ 61 ഇംപീച്ച്മെൻറ്റ് നടപടിക്രമം. ആർട്ടിക്കിൾ 62 ഓഫീസിലെ ഒഴിവിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം. ആർട്ടിക്കിൾ 65 വൈസ് പ്രസിഡൻറ്റ് പ്രസിഡൻറ്റായിട്ട് പ്രവർത്തിക്കൽ. ആർട്ടിക്കിൾ 71 പ്രസിഡൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ആർട്ടിക്കിൾ 71. ആർട്ടിക്കിൾ 72 മാപ്പ് നൽകാൻ, ചില കേസുകളിൽ ശിക്ഷകൾ സസ്പെൻഡ് ചെയ്യാൻ, ഇളവ് ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. ആർട്ടിക്കിൾ 74 രാഷ്ട്രപതിയെ സഹായിക്കാനും ഉപദേശിക്കാനും മന്ത്രിസഭയുടെ കൗൺസിൽ, മന്ത്രിമാരുടെ കൗൺസിൽ. ആർട്ടിക്കിൾ 75 മന്ത്രിമാരുടെ നിയമനം, കാലാവധി, ശമ്പളം. ആർട്ടിക്കിൾ 76 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. ആർട്ടിക്കിൾ 77 ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ബിസിനസ് തട്ടിപ്പ്. ആർട്ടിക്കിൾ 78 രാഷ്ട്രപതിക്ക് വിവരങ്ങൾ നൽകുന്നതിനുള്ള പ്രധാനമന്ത്രിയുടെ കടമ. ആർട്ടിക്കിൾ 85 പാർലമെൻറ്റ് സമ്മേളനം നീട്ടിവെക്കൽ. ആർട്ടിക്കിൾ 85. ആർട്ടിക്കിൾ 111 പാർലമെൻറ്റ് പാസാക്കിയ ബില്ലുകളുടെ അംഗീകാരം.